ഇനി എപ്പിസോഡ് 2 കാണാം. വഴിയിൽ നിന്നും കിട്ടിയ ഇലവനെയും കൊണ്ട് പിള്ളേർ നേരെ പോയത് മൈക്കിന്റെ വീട്ടിലേക്കാണ്. വീട്ടിലെ നമ്പർ തന്നാൽ അവരെ വിവരം അറിയിക്കാമെന്ന് മൈക്ക് പറഞ്ഞിട്ടും ഇവന്മാരെന്തൊക്കെ ചോദിച്ചിട്ടും ഇലവൻ മിണ്ടുന്നില്ല. ഇത് കണ്ട ലൂക്കസിന് ഇനി ഇവൾക്ക് ചെവി കേൾക്കില്ലേ എന്നൊരു ഡൗട്ട്. ആ സംശയം തീർക്കാൻ ഡസ്റ്റിൻ പെട്ടെന്ന് കൈകൊട്ടും. ഇത് കേട്ട് ഇലവൻ ഞെട്ടിയതോടെ ഇരുവരുടെയും ആ സംശയം അങ്ങ് മാറിക്കിട്ടി. ഇലവന് തണുക്കുന്നുണ്ടെന്ന് മനസ്സിലായ മൈക്ക് അവൾക്ക് ടവലും ഉടുക്കാനായി ഒരു ഡ്രസ്സും കൊടുക്കും. ഉടനെ ഇലവൻ അവരുടെ മുൻപിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചതും മൈക്ക് ബാത്റൂം കാണിച്ചു കൊടുക്കും. ബാത്റൂമിൽ കയറിയിട്ടും ഇലവൻ കഥ കടയ്ക്കാൻ സമ്മതിക്കുന്നില്ല. മൈക്ക് ആ വാതിൽ ചാരിയിട്ട് ഉടനെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകും. ഇലവന് ആകെ യെസ്, നോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പറയാനേ അറിയൂ. മാത്രവുമല്ല ഇവരുടെ മുൻപിൽ വെച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നോക്കിയോണ്ട് ഇനി അവളുടെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ലൂക്കസിനും ഡസ്റ്റിനും നല്ല സംശയമുണ്ട്. അതുമല്ല തല ഷേവ് ചെയ്തിട്ടുണ്ടല്ലോ, ഇനി ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയി നമ്മുടെ മുൻപിൽ പെട്ടതാണോ എന്ന് ലൂക്കസിനൊരു സംശയം. ഡസ്റ്റിനും അങ്ങനെ ഒരു സംശയമില്ലാതില്ല. ഇവന്മാർ രണ്ടും കൂടി അവളൊരു സൈക്കോ ആണെന്ന് അങ്ങ് ഉറപ്പിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മൈക്കിൻ്റെ അമ്മ കരയനോട് ഇവളെക്കുറിച്ച് പറയാമെന്ന് ലൂക്കസ് അഭിപ്രായപ്പെടും. വില്ലിനെ കണ്ടുപിടിക്കാൻ പോയിട്ട് വള്ളി പിടിച്ചു വരുന്നതിനോട് ലൂക്കസിന് യാതൊരു താല്പര്യവുമില്ല. എന്നാൽ മൈക്കിന് ആ അഭിപ്രായത്തോട് അത്ര യോജിപ്പില്ല. മൈക്കിൻ്റെ അമ്മ കരയനോട് ഇപ്പോൾ ഇലവൻ്റെ കാര്യം പറഞ്ഞാൽ രാത്രി പറയാതെ പുറത്തു പോയതിന് 3-നും നന്നായിട്ട് കിട്ടും. കൂടാതെ ഇനി വില്ലിനെ അന്വേഷിച്ച് പോകാനും പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ഇന്ന് രാത്രി ഇലവൻ ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ അവളെ വീടിൻ്റെ മുൻപിൽ നിർത്താം. അങ്ങനെ അവളെ കാണുന്ന കരയൻ വേണ്ടതെന്താന്ന് വെച്ചാൽ ചോദിച്ച് ചെയ്തോളും. റിസ്ക് ഇല്ല. മൈക്കിൻ്റെ ആ ഐഡിയ ഇഷ്ടമായില്ലെങ്കിലും ലൂക്കസും ഡസ്റ്റിനും സമ്മതിക്കും. നീ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞ് അവരങ്ങ് പോകും. അവർ പോയതോടെ മൈക്ക് ഇലവനോട് പേരെന്താന്ന് ചോദിക്കും. അവൾ ഉടനെ കയ്യിലെ ടാറ്റു കാണിച്ചിട്ട് ഇലവൻ എന്ന് പറയും. ടാറ്റു കണ്ട മൈക്ക് ഞെട്ടും. ആദ്യമായിട്ടാണ് ഒരു കുട്ടി ടാറ്റു കുത്തിയിരിക്കുന്നത് അവൻ കാണുന്നത്. നിന്നെ ഇനി മുതൽ ഞാൻ എൽ എന്നേ വിളിക്കൂ. എൻ്റെ പേര് മൈക്കിൾ, എല്ലാവരും എന്നെ മൈക്ക് എന്ന് വിളിക്കും. ഇലവനെ പറഞ്ഞുവിടാനുള്ള ഉദ്ദേശമൊന്നും മൈക്കിനില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉറങ്ങിക്കോളാൻ പറഞ്ഞ് മൈക്ക് അവൻ്റെ മുറിയിലേക്ക് പോകും. ഇലവൻ കിടക്കുന്നത് ബേസ്മെൻറ്റിലാണ് കേട്ടോ. ഇലവനെ കാണാനില്ലെന്ന പോസ്റ്റർ കടയിൽ പോയി കോപ്പി എടുക്കണം. അതിന് ജൊനാഥനൊപ്പം കരൻ മൈക്കിൻ്റെ അമ്മ ചെല്ലും. കാരണം ജോയ്സ് വീട്ടിലിരിക്കണം. അഥവാ വിൽ ഇന്നലത്തെ പോലെ വിളിച്ചാൽ ഫോൺ എടുക്കണമല്ലോ. അപ്പോഴാണ് അവിടേക്ക് ഹോപ്പർ വരുന്നത്. ഇന്നലെ രാത്രിയും സജീവമായി വില്ലിന് വേണ്ടി തിരച്ചിൽ നടത്തി. പക്ഷെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇന്നലെ അവൻ വിളിച്ച ഫോൺ ജോയ്സ് ഹോപ്പറിന് കാണിച്ചു കൊടുക്കും. അതാണെങ്കിൽ കറണ്ടടിച്ച് ആകെ നാശമായി. ഇന്നലത്തെ മഴയും ഇടിയും കൊണ്ടായിരിക്കും കറണ്ടടിച്ച് ഫോൺ കേടായത്. എന്തായാലും വിളിച്ചത് വില്ലായിരിക്കില്ല, മറ്റാരെങ്കിലും പറ്റിക്കാനായിരിക്കുമെന്ന് ഹോപ്പർ പറയും. പക്ഷെ ജോയ്സിന് വിളിച്ചത് വില്ലാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഹോപ്പർ അത് വിശ്വസിക്കുന്നില്ലെന്ന് കണ്ട ജോയ്സ്, എൻ്റെ മോൻ്റെ ശ്വാസം പോലും എനിക്ക് മനസ്സിലാവും, അങ്ങനെയുള്ളപ്പോൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ഹോപ്പർ ലൂണിയുടെ വീട്ടിൽ പോയി തിരക്കാമെന്ന് പറഞ്ഞിറങ്ങും. ലൂണിയുടെ വീട്ടിൽ പോയി തിരക്കി സമയം കളയണ്ട, വിൽ എന്ത് വന്നാലും അവിടേക്ക് പോകില്ലെന്ന് ജോയ്സ് പറയുന്നുണ്ട്. എന്നാൽ അത് ശ്രദ്ധിക്കാതെ ഇറങ്ങിയ ഹോപ്പറിനോട് ജൊനാഥൻ എങ്കിൽ അച്ഛൻ താമസിക്കുന്നിടത്ത് അവൻ പോയി തിരക്കാമെന്ന് പറയും. അതും ഹോപ്പർ സമ്മതിക്കുന്നില്ല. തൽക്കാലം നീ നിന്റെ അമ്മയ്ക്കൊപ്പം നിൽക്ക്, ഇനി നിന്നെ കൂടെ അന്വേഷിച്ച് നടക്കാൻ വയ്യെന്നും പറഞ്ഞ് ഹോപ്പർ അവിടെ നിന്നും പോകും. രാവിലെ ആരും കാണാതെ ഇലവന് 2 എഗ്ഗോസും എടുത്ത് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന മൈക്കിനോട് നാൻസി, പതുക്കെ തിന്നാൽ മതി, നിന്റെ ഭക്ഷണം ഇവിടെ ആരും എടുക്കില്ലെന്ന് പറയും. ഇത് കേട്ട മൈക്ക് നിന്റെ അനാട്ടമി പഠനം എവിടം വരെയായി എന്ന് ചോദിക്കും. എന്തോ കുത്തി പറയുന്ന പോലെ അത് നാൻസിക്കും മനസ്സിലാവും. മൈക്ക് ആരും കാണാതെ എഗ്ഗോസുമായി ബേസ്മെൻറ്റിലേക്ക് ചെല്ലും. ഇലവന് അത് കൊടുത്തിട്ട് മൈക്ക് അവൻ്റെ പ്ലാൻ പറയും. ഇത് കഴിച്ചിട്ട് വേഗം ഇലവൻ ആരും കാണാതെ ഇറങ്ങി വീടിന് മുൻപിൽ വന്ന് നിൽക്കണം. അത് കാണുന്ന കരൻ അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എത്തേണ്ടിടത്ത് എത്തിക്കും. എന്നാൽ ഇലവൻ അത് സമ്മതിക്കുന്നില്ല. അവൾക്ക് തലേന്ന് ബെന്നിക്ക് സംഭവിച്ച കാര്യം ഓർമ്മ വരും. അവൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ഡോക്ടർ ബ്രണ്ണർ ഇവിടേക്ക് വരികയും ഇവരെ എല്ലാവരെയും തീർത്തിട്ട് ഇലവനെയും കൊണ്ട് പോവുകയും ചെയ്യും. ഹോക്കിൻസിലെ ആളുകളുടെ ഫോൺ ലാബിലുള്ളവർ ടാപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അതിലൂടെ ജോയ്സിൻ്റെ മകൻ വിൽ മിസ്സായ കാര്യം ഡോക്ടർ ബ്രണ്ണർ അറിയും. കൂടാതെ ജോയ്സ് ഒരു കൂട്ടുകാരിയോട് ഫോണിൽ വിൽ വിളിച്ചതും ഒരു ജീവിയുടെ മുരൾച്ച ഫോണിലൂടെ കേട്ടതായി തോന്നിയ കാര്യവും പറയുന്നുണ്ട്. ഇത് കേട്ട ബ്രണ്ണറിന് വില്ലിൻ്റെ മിസ്സിങ്ങിൽ ലാബിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് സംശയം തോന്നും. സ്കൂളിൽ വെച്ച് സ്റ്റീവ് നാൻസിയോട് ഇന്ന് രാത്രി വീട്ടിൽ ആരുമില്ല, വരുന്നോ, കരോളും ടോമിയും വരുന്നുണ്ട്, ഈ കൂടെ നിൽക്കുന്നവരാട്ടോ കരോളും ടോമിയും. പക്ഷേ അമ്മ കരയാൻ വിടില്ലെന്ന കാര്യത്തിൽ നാൻസിക്ക് നല്ല ഉറപ്പുണ്ട്.
അത് മനസ്സിലാക്കിയ കൂട്ടുകാർ അവളെ കളിയാക്കും. അപ്പോഴാണ് ജൊനാഥൻ വിൽ മിസ്സായ പോസ്റ്റർ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കുന്നത് ഇവർ കാണുന്നത്. ജൊനാഥനും ഇവർക്കൊപ്പമാണ് പഠിക്കുന്നത്. പക്ഷേ അവൻ ആരുമായിട്ടും അധികം കൂട്ടൊന്നുമില്ല. ഉടനെ നാൻസി അവൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് വിഷമിക്കേണ്ട, വിൽ തിരിച്ചു വരുമെന്ന് ആശ്വസിപ്പിക്കും. മൈക്കിനെ ക്ലാസ്സിൽ കാണാഞ്ഞിട്ട് ഇനി ആ സൈക്കോ അവനെ കൊന്നോ എന്ന സങ്കടത്തിലാണ് ലൂക്കസും ഡസ്റ്റിനും. പെട്ടെന്ന് ഡസ്റ്റിൻ, ഇനി അവൻ്റെ അമ്മ ആ പെണ്ണിനെ കണ്ടുപിടിച്ച് കാണുമോ? എങ്കിൽ ഉറപ്പായും മൈക്കിനെ ചോദ്യം ചെയ്യും. അതോടെ നമ്മളും ഇതിലുണ്ടെന്നറിയും. പിന്നെ നേരെ നമ്മുടെ വീട്ടിലും അറിയും. ഇത് കേട്ട ലൂക്കസിന് തല പോയാലും മൈക്ക് നമ്മളെ ഒറ്റില്ലെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. മൈക്ക് ഇന്ന് സ്കൂളിൽ പോയില്ല. അവൻ ഒളിച്ചിരുന്നിട്ട് അമ്മ കരേൻ പുറത്തു പോയതും വീട്ടിലേക്ക് തിരികെ വരും. എന്നിട്ട് ഇലവന് വീടിനകം മൊത്തം കാണിച്ചു കൊടുക്കും. ഗസ്റ്റാണല്ലോ. മൈക്കിൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 പെങ്ങന്മാർ, മൂത്തത് നാൻസി, ഏറ്റവും ഇളയത് ഹോളി. ജൊനാഥൻ വില്ലിനെ അന്വേഷിച്ച് അച്ഛൻ ലൂണി താമസിക്കുന്നിടത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് കാറിൽ വില്ലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നത്. ഉടനെ അവന് വില്ലും അവനും കൂടി ഇരുന്ന് ആ പാട്ട് കേട്ടത് ഓർമ്മ വരും. വിൽ ഒരിക്കലും അവൻ്റെ അച്ഛൻ ലൂണിയുടെ അടുത്ത് പോകില്ലെന്ന് ജൊനാഥനും ജോയ്സിനെ പോലെ തന്നെ ഉറപ്പാണ്. ജോയ്സ് ആണേൽ ഫോൺ കേടായതുകൊണ്ട് പുതിയ ഫോൺ വാങ്ങാനായി കടയിൽ വരും. വില്ലിൻ്റെ വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി ഡോക്ടർ ബ്രണ്ണറും സംഘവും അവിടേക്ക് വരും. എന്നിട്ട് ആ വീടും പരിസരവും എല്ലാം പരിശോധിക്കും. വിൽ, ആ ഭീകരജീവി, ഡെമഗോർഗൻ എന്നാട്ടോ അതിൻ്റെ പേര്, അതിനെ പേടിച്ച് ഒളിച്ചിരുന്ന ഗ്യാരേജ് പരിശോധിച്ച ഡോക്ടർ ബ്രണ്ണർ ഞെട്ടിപ്പോകും. അവിടെ ലാബിൽ വളരുന്ന അപ്സൈഡ് ഡൗണിലെ വാതിലായ ഓർഗാനിക് സബ്സ്റ്റൻ്റെ ഒരു ഭാഗം പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അതോടെ വില്ലിനെ ഡെമഗോർഗൻ പിടിച്ചതാണെന്ന് ബ്രണ്ണർക്ക് മനസ്സിലാവും. വീട്ടിലെ ഫോട്ടോകൾ കാണുമ്പോഴാണ് ഇലവന് മൈക്കിനടുത്ത് നിൽക്കുന്ന വില്ലിൻ്റെ ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. അവൾ അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട മൈക്കിന് വില്ലിനെക്കുറിച്ച് ഇലവന് എന്തൊക്കെയോ അറിയാമെന്ന് തോന്നും. അവളുടെ മുഖം കണ്ടാലും അങ്ങനെ പറയും. മൈക്ക് അത് ചോദിക്കുമ്പോഴാണ് കരേൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. ഇലവനെ തൽക്കാലം മുറിയിൽ തന്നെ ഒളിപ്പിച്ചില്ലേൽ കരേൻ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലായ മൈക്ക് ഉടനെ അടുത്ത് കണ്ട അലമാരിയിൽ അവളെ ഒളിപ്പിക്കും. എന്നാൽ അലമാരിയിൽ കയറിയ ഇലവന് ലാബും ഡോക്ടർ ബ്രണ്ണറെയും ഓർമ്മ വരും. ഡോക്ടർ ബ്രണ്ണറെ അവൾ പപ്പ എന്നാണ് വിളിക്കുന്നത്. ഈ ഡോക്ടർ ബ്രണ്ണർ അവളെ ലാബിൽ പൂട്ടിയിട്ട് എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. സ്കൂളിൽ പോകാത്തത് എന്താണെന്ന് കരേൻ ചോദിക്കുമ്പോൾ നമ്മൾ പറയാനുള്ള അതേ കള്ളം, തലവേദന, വയറുവേദന, എല്ലാ നാട്ടിലും പിള്ളേർ ഇതാ പറയുന്നത് കേട്ടോ. മൈക്ക് അത് തന്നെ പറയും. മതി മോനെ അഭിനയിച്ചത്, പരമ ബോറാണ്, വില്ലില്ലാത്തോണ്ടല്ലേ നീ പോകാത്തതെന്ന് ജോയ്സ് ചോദിക്കുമ്പോൾ ഉടനെ മൈക്ക്, അമ്മയ്ക്ക് മനസ്സിലായല്ലേ? ഉടനെ കരേൻ അവനെ ആശ്വസിപ്പിക്കും. കരേൻ പോയതും മൈക്ക് ഓടിപ്പോയി അലമാര തുറക്കും. ഇലവൻ അതിനകത്തിരുന്ന് കരയുകയാണ്. ഉടനെ മൈക്ക്, എന്ത് പറ്റി, നീ ഓക്കെ ആണോ എന്നൊക്കെ തിരക്കുന്നുണ്ട്. ജോയ്സിനാണെങ്കിൽ വിളിച്ചത് വില്ലാണെന്ന് ഉറപ്പായോണ്ട് അവൾ ഫോണും കയ്യിൽ പിടിച്ചിരിക്കും. വിൽ മിസ്സായ സ്ഥലത്ത് നിന്ന് കുറച്ചു മാറി ഒരു ക്വാറിയും കനാലുമുണ്ട്. ഹോപ്പർ അവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോഴാണ് ബെന്നി മരിച്ച കാര്യം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറയുന്നത്. ഉടനെ ഹോപ്പറും പോലീസുകാരും ബെന്നിയുടെ കടയിലേക്ക് ചെല്ലും. കണ്ടിട്ട് സ്വയം ചെയ്തതാണെന്ന് ഹോപ്പറിന് തോന്നും. ഇവിടെ ഇങ്ങനെയുള്ളതൊന്നും പതിവുള്ളതല്ല. അതോടെ ഹോപ്പറിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഈ നഗരത്തിൽ സംഭവിക്കാൻ പോകുന്നതായി തോന്നും. ബെന്നി ഹോപ്പറിൻ്റെയും ഫ്രണ്ടായിരുന്നു. വില്ലിനെ അന്വേഷിച്ച് ജൊനാഥൻ നേരെ ലൂണി താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലും. വാതിൽ തുറക്കുന്നത് ലൂണിയുടെ പുതിയ ഗേൾഫ്രണ്ടാണ്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ജൊനാഥൻ നേരെ അകത്തേക്ക് കയറും. എന്നിട്ട് അവിടെ ഒക്കെ വില്ലിനെ തപ്പും. പെട്ടെന്ന് ലൂണി അവിടേക്ക് വരും. എന്നിട്ട് കാമുകിക്ക് ജൊനാഥനെ മകനാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. മൈക്ക് ഇന്ന് സ്കൂളിൽ ചെല്ലാത്തോണ്ട് സ്കൂൾ വിട്ട ഉടനെ തന്നെ ലൂക്കസും ഡസ്റ്റിനും കൂടി അവൻ്റെ വീട്ടിലേക്ക് ചെല്ലും. ഇതുവരെയും ഇലവൻ ആ വീട്ടിൽ നിന്ന് പോകാത്തത് ലൂക്കസിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉടനെ മൈക്ക് ഇവളിന്ന് വില്ലിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അതിലേക്ക് കുറേ നേരം സൂക്ഷിച്ചു നോക്കി നിന്നു. വില്ലിൻ്റെ സൈക്കിൾ കിട്ടിയത് എവിടുന്ന്? മിർക്ക്വുഡിൽ നിന്ന്. ഇവളെ കണ്ടതും അവിടെ നിന്നല്ലേ? അതിനർത്ഥം വില്ലിനെക്കുറിച്ച് ഇവൾക്ക് അറിയാമായിരിക്കും. ലൂക്കസിന് ഇലവനെ ഒട്ടും ഇഷ്ടമല്ല. അവൻ ഇലവൻ്റെ അടുത്തേക്ക് ചെന്ന് ദേഷ്യത്തോടെയാണ്, വിൽ എവിടെയാണ്, നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നത്. അത് കേട്ടതും ഇലവൻ പേടിക്കും. ഇങ്ങനെയാണോ അവിടെ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് മൈക്ക് അവനെ തടയും. ഉടനെ ലൂക്കസ്, ഇവൾക്കൊരു തേങ്ങയും അറിയില്ല, ഇനിയും ഇവളെ ഇവിടെ നിർത്തണ്ട, നിന്റെ അമ്മയോട് സത്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് മുൻപോട്ട് നടക്കും. ഇത് കേട്ട മൈക്ക്, ഇവൾ ഇവിടെയുള്ള കാര്യം ആരേലും അറിഞ്ഞാൽ അതോടെ നമ്മളെല്ലാവരും അപകടത്തിലാവും. ഇവളെ കുറെ ദുഷ്ടന്മാർ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ വിൽ അവരുടെ കയ്യിൽ പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ടെന്ന് പറയും. മൈക്ക് എന്തൊക്കെ പറഞ്ഞിട്ടും ലൂക്കസ് സമ്മതിക്കുന്നില്ല. അവൻ കരേനോട് പറയാനായി വാതിൽ തുറന്നതും ഇലവൻ അവളുടെ ടെലികൈനസിസ് എബിലിറ്റി ഉപയോഗിച്ച് വാതിലടയ്ക്കും. എന്നിട്ടത് ലോക്ക് ചെയ്യും. മൂന്നും കൂടെ പേടിച്ച് ഇലവനെ ഒരു നോട്ടമുണ്ട്. പ്രത്യേകിച്ച് ലൂക്കസ്. ടെലികൈനസിസ് എബിലിറ്റി ഉപയോഗിക്കുമ്പോൾ ഇലവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരും.
ടെലികൈനസിസ് എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ മനസ്സുപയോഗിച്ച് സാധനങ്ങളോ മനുഷ്യരെയൊക്കെ ഇങ്ങനെ ചലിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ഇല്ലാതാക്കാനോ ഒക്കെ പറ്റുന്നതാണ്. നമ്മളൊക്കെ സാധാരണ ഒരാൾ വീഴാൻ അയാളെ ഇങ്ങനെ കൈകൊണ്ട് തള്ളണ്ടേ. എന്നാൽ ടെലികൈനസിസ് എബിലിറ്റി ഉണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അങ്ങ് തള്ളിയാൽ മതി, അവർ വീണോളും. ലൂണിയുടെ വീട്ടിൽ ചെന്ന ജൊനാഥനാണെങ്കിൽ വീട് മൊത്തം അരിച്ചു പെറുക്കി ഇനി ആകെ കൂടി നോക്കാനുള്ളത് മുറ്റത്ത് കിടക്കുന്ന ലൂണിയുടെ കാറാണ്. അതും കൂടി നോക്കുമ്പോൾ ദേഷ്യം വന്ന ലൂണി, നീ ഇനി എൻ്റെ തലയിലും കൂടെ നോക്ക്, ഞാൻ മുടിയിലെങ്ങാനും അവനെ ഒളിപ്പിച്ചു വെച്ചോന്നറിയാലോ. ലൂണിക്ക് വില്ലിനെ കാണാതായതിൽ യാതൊരു സങ്കടവുമില്ല. അത് മനസ്സിലാക്കിയ ജൊനാഥൻ വില്ലിൻ്റെ ഫോട്ടോയുള്ള ഒരു മിസ്സിംഗ് പോസ്റ്റർ കൊടുത്തിട്ട്, ഇതാണ് നിങ്ങളുടെ മകൻ, വില്ലിൻ്റെ ഫോട്ടോ വഴിയിൽ വെച്ചെങ്ങാനും കണ്ടാൽ തിരിച്ചറിയാൻ സഹായിക്കുമെന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും തിരിച്ച് ഹോക്കിൻസിലേക്ക് വരും. പ്രത്യക്ഷത്തിൽ ബെന്നി സ്വയം ഇല്ലാതായതായി തോന്നുമെങ്കിലും ഹോപ്പറിന് അതിലത്ര വിശ്വാസമില്ല. ആ കേസിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഹോപ്പർ എപ്പോഴും ബെന്നിയുടെ കടയിൽ ചെല്ലുന്ന അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ബെന്നിയെക്കുറിച്ച് ചോദിക്കും. ആളുടെയും അഭിപ്രായത്തിൽ ബെന്നി ഇങ്ങനെ ചെയ്യാൻ ഒരു വഴിയുമില്ല. ഈ ഞായറാഴ്ച ഇവരൊരുമിച്ച് മീൻ പിടിക്കാൻ പോകാൻ പ്ലാനിട്ടതാണ്. അങ്ങനെയുള്ള ഒരാൾ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. ബെന്നിക്കാണെങ്കിൽ ശത്രുക്കളുമില്ല. അസ്വാഭാവികമായി ആരെങ്കിലും അവിടെ വരികയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ബെന്നി പറഞ്ഞോ എന്ന് ഹോപ്പർ ചോദിക്കുമ്പോൾ, അസ്വാഭാവികം എന്ന് പറയാനൊന്നുമില്ല, പിന്നെ ഒരു ചെറിയ പയ്യൻ 2 ദിവസം മുന്നേ കടയിൽ കയറി ഭക്ഷണം മോഷ്ടിച്ചിരുന്നു, അവൻ ബെന്നിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നയാൾ പറയും. ഇത് കേട്ട ഹോപ്പറിന് അത് വില്ലാണോ എന്നൊരു സംശയം തോന്നും. ഒരു പോലീസുകാരൻ വില്ലിൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ, ഇത് ലൂണിയുടെ ഈയിടെ കാണാതായ പയ്യനല്ലേ വിൽ, അവനെ എനിക്കറിയാം, ഇത് വേറൊരു കുട്ടിയാണ്, അവൻ്റെ തല ഷേവ് ചെയ്തിട്ടാണ്, സാധാരണ പിള്ളേർ അങ്ങനെ മുടി പറ്റ വെട്ടാറില്ല. ഹോപ്പർ ഉടനെ അത് വില്ലാണെന്ന് അങ്ങ് ഉറപ്പിക്കും. വില്ലിൻ്റെ തല ചിലപ്പോൾ മുട്ടയടിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് ഇയാൾക്ക് മനസ്സിലായി കാണില്ല. നാൻസിക്ക് സ്റ്റീവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് പോകാൻ വയ്യ. അതിന് ബാർബിനെയും വിളിച്ച്, എനിക്ക് ആകെയുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, ഒന്ന് വാടിയെന്നൊക്കെ കയ്യേ കാലേ പിടിച്ച് സമ്മതിപ്പിക്കും. അപ്പോഴേക്കും കരേൻ നാൻസിയെ ഡിന്നർ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. സാധാരണ കരേൻ ഉണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടത്തോടെ കഴിക്കുന്ന ലൂക്കസും ഡസ്റ്റിനും അനങ്ങാതിരിക്കുന്നത് കണ്ട കരേൻ എന്താ പറ്റുകയെന്ന് തിരക്കും. തീരെ വിശപ്പില്ലെന്ന് രണ്ടാളും കള്ളം പറയും. ആ ഗ്യാപ്പിൽ നാൻസി, സ്കൂളിൽ നിന്ന് പിള്ളേരും വില്ലിനെ അന്വേഷിക്കാനായി പോകുന്നുണ്ട്, ഞാനും ബാർബും കൂടി ചെല്ലാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തു. പക്ഷെ കരേൻ ആദ്യം അത് സമ്മതിക്കുന്നില്ല. എങ്കിലും 10 മണിക്ക് മുമ്പ് എത്തണമെന്ന് പറഞ്ഞ് ഒടുവിൽ അവർ സമ്മതിക്കും. ഒപ്പം പിള്ളേരെയും കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ പറയും. ഇത് കേട്ട പിള്ളേരും 3 ഒരേ സ്വരത്തിൽ അവരില്ലെന്ന് പറയും. ഈ സമയത്താണ് സ്റ്റെയർകേഴ്സ് വഴി 11 മുകളിലേക്ക് വരുന്നത്. അത് കണ്ട മൈക്കിൻ്റെ കയ്യിൽ നിന്ന് പാല് താഴേക്ക് പോകും. കരേൻ തിരിഞ്ഞു നോക്കാൻ പോയതും ഡസ്റ്റിൻ മേശയിലടിച്ച് സൗണ്ട് ഉണ്ടാക്കി കരേൻ്റെ ശ്രദ്ധ തിരിക്കും. 11 കണ്ടത് ഹോളി മാത്രമാണ്. അതാണെങ്കിൽ കുഞ്ഞായോട് പറയാനും അറിയില്ല. ബെന്നിക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടി വില്ലാണോന്ന് ഹോപ്പറിന് സംശയമുള്ളതുകൊണ്ട് ആദ്യം അവിടുന്ന് വില്ലിനെ തിരയും. അങ്ങനെ തിരക്കി നടക്കുന്നതിനിടയിൽ ക്ലാർക്കിന് ഒരു ടണലിൻ്റെ അടുത്തുനിന്ന് ഒരു കഷ്ണം തുണി കിട്ടും. അത് കണ്ട ഹോപ്പറിന് വിൽ ചിലപ്പോൾ ആ ടണലിൽ ഒളിച്ചോന്ന് ഒരു ഡൗട്ട് തോന്നും. ആ ടണൽ തുടങ്ങുന്നത് ഹോക്കിൻസിൻ്റെ ലാബിനകത്തു നിന്നാണ്. പിള്ളേര് ഫുഡ് കഴിക്കാതെ അത് 11 കൊണ്ടുപോയി കൊടുക്കും. ലൂക്കസിന് ഇപ്പോൾ അവളെ നല്ല പേടിയുണ്ട്, നിനക്കിങ്ങനെ സൂപ്പർ പവർ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നെന്ന് ഡസ്റ്റിൻ പറയും. ഞങ്ങളുടെ ഫ്രണ്ട് വില്ലിനെ കണ്ടുപിടിക്കാൻ നീ സഹായിക്കാമോ എന്ന് ലൂക്കസ് 11നോട് ചോദിക്കും. ഉടനെ 11 ഫ്രണ്ട് ആരാന്ന് ചോദിക്കും. ഇത് കേട്ട ലൂക്കസ് ഡസ്റ്റിനോട്, ഇവൾ ഇനി ശരിക്കും വലിയ ഏലിയൻ ആണോ എന്ന് തിരക്കും. ഇവൾക്ക് ഫ്രണ്ട് ആരാന്നറിയാത്തോണ്ട് നമ്മൾ എന്ത് ചെയ്താലും കൂടെ നിൽക്കുന്ന, സ്വന്തമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മളെയും വലിച്ചിടുന്ന, അനാവശ്യ പ്രോത്സാഹനം നിന്ന് കുഴിയിൽ ചാടിക്കുന്നവനാണ് ഫ്രണ്ട് എന്ന് ലൂക്കസ് പറയും. നാൻസി ബാർബിനെ വിളിച്ച് നേരെ സ്റ്റീവിൻ്റെ വീട്ടിലേക്ക് പോകും. അവൻ്റെ വീട് അടുക്കാറാകുന്ന റോഡിൽ കാർ നിർത്താൻ നാൻസി ആവശ്യപ്പെടും. ഇച്ചിരി കൂടെ പോണ്ടേ, ഇവിടെ എന്തിനാ നിർത്തിപ്പിച്ചെന്ന് ബാർബ് ചോദിക്കുമ്പോൾ, അവൻ്റെ വീടിന് മുന്നിൽ നിർത്തിയാൽ ഏതെങ്കിലും അയൽക്കാർ കണ്ടാലോ, ഇതാ സേഫ്, വണ്ടി ഇവിടെ കിടക്കട്ടെ, അങ്ങോട്ടേക്ക് നമുക്ക് നടന്നു പോകാമെന്ന് നാൻസി പറയും. അങ്ങനെ രണ്ടുപേരും കാർ അവിടെ ഒതുക്കി നേരെ സ്റ്റീവിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. അവനാണെങ്കിൽ നാൻസിയെ പ്രതീക്ഷിച്ച് കാത്തിരിപ്പുണ്ട്. വെൽക്കം ടു ഹോം, നൈസ് ടു മീറ്റ് യു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹോക്കിൻസ് യാതൊരു പ്രശ്നവുമില്ലാത്ത സമാധാനപൂർണ്ണമായ ഒരു സിറ്റിയാണ്. എന്നാലിപ്പോൾ വില്ലിൻ്റെ തിരോധാനം, ബെന്നിയുടെ മരണം, ഹോപ്പറിന് കിടന്നിട്ട് യാതൊരു സമാധാനവും കിട്ടുന്നില്ല. 10-30 കൊല്ലമായി ഇവിടെ ഇങ്ങനെ യാതൊരു സംഭവങ്ങളും നടന്നിട്ടില്ല. മഞ്ഞത്തിറങ്ങി നിന്ന് ആലോചിക്കുന്ന ഹോപ്പറിനെ കണ്ട് അടുത്തേക്ക് ചെന്ന ഗേൾഫ്രണ്ടിനോട് ഹോപ്പർ ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ, ഇനി കുറേ നേരം കൂടി നീ ഈ മഞ്ഞിൽ നിന്നാൽ ഹോക്കിൻസിൽ മഞ്ഞ് കൊണ്ട് മരിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ നീയായിരിക്കുമെന്നും കളിയാക്കി അവൾ അകത്തേക്ക് പോകും. വില്ലിനെക്കുറിച്ച് എന്തെങ്കിലും 11 അറിയാമോ എന്ന് പിള്ളേർ ചോദിക്കുമ്പോൾ
ഒരിച്ചിരി നേരം കണ്ണടച്ചിരുന്നിട്ട് അവൾ ഗെയിമിലെ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് ഇതാണ് വിൽ, ഇവനിപ്പോൾ ഡെമഗോർഗനെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണെന്ന് പറയും. ഇത് കേട്ട് ഡസ്റ്റിൻ തലയിൽ കൈവച്ച് നിന്നുപോകും. വില്ലിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ രാത്രി ജൊനാഥൻ അവൻ്റെ ക്യാമറയുമായി വില്ലിൻ്റെ സൈക്കിൾ കിടന്ന മിർക്ക്വുഡ് ഭാഗത്തേക്ക് പോകും. അവിടെയൊക്കെ ഫോട്ടോ എടുത്ത് നടക്കുമ്പോൾ പെട്ടെന്നാരോ നിലവിളിക്കുന്നത് പോലെ അവന് തോന്നും. ഉടനെ ജൊനാഥൻ ആ ഭാഗത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് സ്റ്റീവിൻ്റെ വീടിൻ്റെ പൂളിൽ സൈഡിലിരിക്കുന്ന നാൻസിയും കൂട്ടരെയുമാണ്. കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും ബാർബിന് ഇതിലൊന്നും അത്ര താല്പര്യമില്ല. ഇതിനിടെ നാൻസി അല്പം ബിയറൊക്കെ കുടിക്കുന്നുണ്ട്. നാൻസി ബാർബിൻ്റെ കയ്യിൽ ഒരു നൈഫ് കൊടുത്തിട്ട് ഒരു ബോട്ടിൽ പൊട്ടിക്കാൻ ആവശ്യം. ഇതിലൊന്നും ബാർബിന് ഒട്ടും താല്പര്യമില്ലേലും നാൻസിയുടെ നിർബന്ധം കാരണം പൊട്ടിക്കാൻ നോക്കുമ്പോൾ ആ കത്തി കൊണ്ട് അവളുടെ കൈ മുറിയും. ഇവരാഘോഷിക്കുന്നതൊക്കെ വന്ന കാര്യം മറന്ന് ജൊനാഥൻ അവിടെ നിന്ന് അവൻ്റെ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. അതെന്തിനാണോ ആവോ, എന്തായാലും മോശം. ജോയ്സ് ആണേൽ വിൽ വിളിക്കുമെന്നും കരുതി ഫോൺ മടിയിൽ തന്നെ വെച്ചിരുന്നു ഉറങ്ങിപ്പോയി. അപ്പോഴാണ് വീണ്ടും വിൽ വിളിക്കുന്നത്. അവൻ്റെ ശ്വാസവും ഒപ്പം ഒരു ജീവിയുടെ മുരൾച്ചയും ജോയ്സിന് ഇപ്രാവശ്യം കൃത്യമായി കേൾക്കാം. പെട്ടെന്ന് വിൽ അമ്മയെന്ന് വിളിക്കും. ഈ സമയം ലൈറ്റ്സ് മിന്നിമറയുന്നുണ്ട്. എന്നാൽ എവിടെയാണ് നീ എന്ന് ചോദിച്ചതും വീണ്ടും കറണ്ട് അടിച്ച് ഫോൺ നശിക്കും. ഇതോടെ സമനില തെറ്റിയ ജോയ്സ് കരഞ്ഞുകൊണ്ട് ഫോൺ നിലത്തേക്കെറിയും. അപ്പോഴാണ് ലൈറ്റ്സ് മിന്നിമറയുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അതിലൊരു അസ്വാഭാവികത തോന്നിയ ജോയ്സ് നോക്കുമ്പോൾ വില്ലിൻ്റെ മുറിയിൽ തനിയെ പാട്ട് പ്ലേ ആയി ലൈറ്റ്സ് മിന്നിത്തെളിഞ്ഞു നിൽക്കും. അത് കണ്ട് ജോയ്സിന് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് പാട്ട് നിൽക്കും, ലൈറ്റ്സും അണയും. ജോയ്സ് അന്തം വിട്ടു നോക്കുമ്പോൾ തൊട്ടടുത്ത ഭിത്തിയിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് വരുന്നത് അവൾ കാണും. അതൊക്കെ കണ്ട ആരായാലും ഓടില്ലേ? ജോയ്സും പേടിച്ച് പുറത്തേക്കോടും. എന്നിട്ട് കാറിൽ കയറി വീണ്ടും വീട്ടിലേക്ക് നോക്കിയതും ലൈറ്റ്സ് പിന്നെയും മിന്നി കത്തുന്നത് കാണും. ഇത് കണ്ട ജോയ്സ് രക്ഷപ്പെട്ടു പോകാതെ ഇനി വിൽ അതിനകത്തുണ്ടാകുമെന്ന് കരുതി എന്തു വന്നാലും നേരിടാനുറച്ച് അകത്തേക്ക് പോകും. സ്വിമ്മിംഗ് പൂളിലെ ആഘോഷം കഴിഞ്ഞ് സ്റ്റീവിൻ്റെ റൂമിലേക്ക് പോകുന്ന നാൻസിയെ ബാർബ് തടയും. ഉടനെ നാൻസി, ഇത്രയും നേരമായില്ലേ, നീ വേണേ വീട്ടിൽ പൊക്കോ, എന്നെ സ്റ്റീവ് ഡ്രോപ്പ് ചെയ്തോളുമെന്ന് പറയും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തടയണമെന്ന് പറഞ്ഞ് ബാർബിനെ നിർബന്ധിച്ച് സ്റ്റീവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന നാൻസി തന്നെ ഇത് പറയണം. നാൻസി ബാർബിനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ ശ്രമിക്കും. ഇത് ബാർബിന് വിഷമമാകുന്നുണ്ട്. നാൻസി അത് ശ്രദ്ധിക്കാതെ നേരെ സ്റ്റീവിൻ്റെ റൂമിലേക്ക് പോകും. പിന്നെ എന്താ പ്രണയം, അതിങ്ങനെ ഒഴുകി നമ്മുടെ ക്യാമറാമാൻ ജൊനാഥൻ സ്റ്റീവിൻ്റെ റൂമിലോട്ട് സൂം ചെയ്ത് അതിൻ്റെ ഫോട്ടോകളും എടുക്കുന്നുണ്ട്. ജൊനാഥൻ്റെ കണ്ണിലൊരു സങ്കടമുണ്ട് കേട്ടോ. വിഷമം വന്ന ബാർബ് പോകാതെ നാൻസിയും കാത്ത് വെളിയിൽ പൂളിൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. ഇതും ജൊനാഥൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിനിടെ അവൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആകും. എന്താ പറ്റിയതെന്ന് ജൊനാഥൻ നോക്കുമ്പോഴാണ് പൂളിലിരിക്കുന്ന ബാർബിൻ്റെ കയ്യിലെ മുറിവിൽ നിന്നും ബ്ലഡ് പൂളിലെ വെള്ളത്തിലേക്ക് വീഴുന്നത്. ഈ ബ്ലഡ് വെള്ളത്തിൽ വീണതും ഏതോ ഒരു ജീവിയുടെ മുരൾച്ച കേൾക്കാം. പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ്സ് മിന്നി കത്തും. പെട്ടെന്ന് ഡെമഗോർഗൻ ബാർബിൻ്റെ അടുത്തേക്ക് വന്ന് അവളെ വെള്ളത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകും. ആ സമയം തന്നെ ജൊനാഥൻ്റെ ക്യാമറ ഒന്ന് ക്ലിക്കാവുന്നുണ്ട്. പക്ഷേ ജൊനാഥൻ അത് ശ്രദ്ധിക്കുന്നില്ല. ശബ്ദം കേട്ട ജൊനാഥൻ മുഖം ഉയർത്തി നോക്കുമ്പോൾ ബാർബിനെ കാണുന്നില്ല. അവൾ ഇനി അകത്തേക്ക് പോയെന്ന് കരുതി ജൊനാഥനും തിരിച്ചു പോകും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് 2 അവസാനിക്കുന്നത്.